സുരേഷ് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? സുരേഷ് നായകനും ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചതാണ്. പക്ഷെ ഇപ്പോ രാഷ്ട്രീയത്തില് സുരേഷാണ് നായകൻ, അതിന്റെ ഒപ്പം കൂടെ നിൽക്കുന്ന നായകനാണ് ഞാനിപ്പോ. കാരണം ഞാൻ സുരേഷിന് വേണ്ടിയിട്ട് 100% വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രവർത്തിക്കും, സുരേഷിനെ ജയിപ്പിക്കും. ആയിരത്തി സംശയം എന്നെ സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അനൗൺസ്മെന്റ് കേട്ട ഉടനെ ഏതാണ്ട് 4 or 5 കോള് സുരേഷ് ഗോപിയുടെ ആയിരുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. പക്ഷെ മലയാള സിനിമയില് മനോജ് കെ ജയൻ മാത്രമേ എന്നെ വിളിച്ചുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടില്ല. മനോജ് കെ ജയൻ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, വേറെ ആരും കോളൊന്നും വന്നിട്ടില്ല. വേറെ ഒരു എത്രയോ സിനിമാ നടന്മാരുണ്ട് ഇവിടെ, അവരാരും വിളിച്ചിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ പേടിയാണ്. പേടിയെന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങള് എല്ലാം എഫിലിയേറ്റഡ് ടു സം പാർട്ടീസ് എന്ന് മനസ്സിലായില്ലേ. ഒരാള് വിളിക്കും. ഇപ്പൊ നമ്മൾ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ ആളുകളുണ്ട്. അമ്മയിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ ഡിഫറൻറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്നെ ഉടനെ വിളിച്ചിട്ട് അനുമോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. അതായിരിക്കും. അത് സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടില്ല, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കിട്ടാണ്ടാവുമ്പോൾ എനിക്കറിയാം. ഇപ്പൊ ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്തും ആരെന്നെ വിളിച്ചില്ല. ആരും വിളിച്ചിട്ട് അത് അവനൊരു ഭ്രാന്താണ് എന്ന് പറഞ്ഞതല്ലാതെ വേറാരും വിളിച്ചിട്ടില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു അക്സെപ്റ്റൻസ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും വലിയ ആൾക്കാർ, അത്രയും ലോകത്തിന്റെ പല അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പിന്നെ കുവൈറ്റിൽ നിന്നും ദുബായിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കുകയാണ്. ഇപ്പോ ഇന്നലെ അമേരിക്കയിലുള്ള ഒരു ജോർജ് മാത്യു സ്വയം പരിചയപ്പെടുത്തിക്കാണ്. ബിഗ് ഓയിൽ റിഫൈനറി ഓണറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയണത് ദേവൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണത്. വി ഓൾ അപ്രീഷിയേറ്റ് യു, വി ആർ ഓൾ വിത്ത് യു. കാരണം വലിയൊരു മാറ്റം, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ദേവന്റെ ഈ എൻട്രി ഞങ്ങൾക്ക് വാസ്തവത്തിൽ വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ഭാവിയിൽ. കാരണം നിങ്ങളെക്കാളും കൂടുതൽ ആകാംക്ഷ പുറത്ത് ജീവിക്കുന്ന ഞങ്ങൾക്കാണ്. അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും അങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ല. ഡാഡി പൊക്കോ മമ്മി പൊക്കോ എന്ന് പറയുന്നതല്ലാതെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു കം ടു കേരള. അപ്പൊ അത്രയും വളരെ വളരെ ബാഡ് ഒരു ഡിസാസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ. എന്റെ ദൗത്യത്തിന് ബിക്കോസ് ഐ ആം ആങ്കറിങ്.